ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. യെസ്, നമ്മളുടനെ തുടങ്ങുകയാണ്. വിശ്വാസത്തിൻ്റെ ഭാഷ. കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ 171 ഖണ്ഡികയാണെന്ന് നമ്മൾ പഠിക്കുന്നത്. 171 ശക്തമായ ഒരു വാക്കാണ്. ആദ്യം തന്നെ സത്യത്തിൻ്റെ നെടുന്തൂണും കോട്ടയുമായ സഭ, ഒരിക്കൽ എന്നേക്കുമായി വിശുദ്ധർക്ക് നൽകപ്പെട്ട വിശ്വാസത്തെ. ഇത് പൗലോസ്ലീഹായുടെ പ്രസിദ്ധമായ പ്രയോഗമാണ്. 1 തിമോത്തി 3:15, ജൂഡ് 3, ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നതാണ്. ഒരിക്കൽ എന്നേക്കുമായി വിശുദ്ധർക്ക് നൽകപ്പെട്ട വിശ്വാസത്തെ, സത്യത്തിൻ്റെ നെടുന്തൂണും കോട്ടയും, സത്യത്തിൻ്റെ നെടുന്തൂണും കോട്ടയുമായ സഭ, ഒരിക്കൽ എന്നേക്കുമായി വിശുദ്ധർക്ക് നൽകപ്പെട്ട വിശ്വാസത്തെ വിശ്വസ്തതാപൂർവം പരിരക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ സ്മരണ നിലനിർത്തുന്നത് സഭയാണ്. തലമുറകളിലേക്ക് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രഖ്യാപനം പകർന്നു കൊടുക്കുന്നതും സഭയാണ്. ഒരമ്മ തൻ്റെ മക്കളെ സംസാരിക്കാനും ഗ്രഹിക്കാനും ആശയവിനിമയം ചെയ്യാനും പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലേക്കും വിശ്വാസ ജീവിതത്തിലേക്കും നമ്മെ കൈപിടിച്ച് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ അമ്മയായ സഭ വിശ്വാസത്തിൻ്റെ ഭാഷ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ ഭാഷ. നമ്മൾ ഇന്നലെ പഠിച്ചത് വിശ്വാസത്തിൻ്റെ ഭാഷയുടെ ഒരു ഭാഗം നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം എത്തി നിൽക്കുന്നത് പ്രസ്താവങ്ങളിലല്ല, പ്രത്യുത അവ പ്രതിനിധാനം ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളിലാണ്. അതും വിശ്വാസത്തിൻ്റെ ഭാഷയാണ്. ഇന്ന് സഭ, ഒരമ്മ തൻ്റെ മക്കളെ സംസാരിക്കാനും ഗ്രഹിക്കാനും ആശയവിനിമയം ചെയ്യാനും പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലേക്ക്, വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ അമ്മയായ സഭ വിശ്വാസത്തിൻ്റെ ഭാഷ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ഇന്നലെ മനസ്സിലാക്കി, സഭ നമ്മുടെ മാതാവായിരിക്കുന്നതിനാൽ അവൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗുരുനാഥയുമാകുന്നു. സഭ അമ്മയും ഗുരുനാഥയും, മാഥർ ആൻഡ് മെജിസ്റ്റർ. സഭ അമ്മയും ഗുരുനാഥയും. ഒന്നുകൂടി വായിക്കുകയാണ്. സത്യത്തിൻ്റെ നെടും തൂണും കോട്ടയുമായ സഭ, ഒരിക്കൽ എന്നേക്കുമായി വിശുദ്ധർക്ക് നൽകപ്പെട്ട വിശ്വാസത്തെ വിശ്വസ്തതാപൂർവം പരിരക്ഷിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ സ്മരണ നിലനിർത്തുന്നത് സഭയാണ്. തലമുറകളിലേക്ക് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രഖ്യാപനം പകർന്നു കൊടുക്കുന്നതും സഭയാണ്. ഒരമ്മ തൻ്റെ മക്കളെ സംസാരിക്കാനും ഗ്രഹിക്കാനും ആശയവിനിമയം ചെയ്യാനും പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലേക്കും വിശ്വാസ ജീവിതത്തിലേക്കും നമ്മെ കൈപിടിച്ച് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ അമ്മയായ സഭ വിശ്വാസത്തിൻ്റെ ഭാഷ നമ്മെ പഠിപ്പിക്കുന്നു. സഭ എന്ന വാക്ക് തന്നെ നമ്മൾ മലയാള ഭാഷയിൽ തർജ്ജിമ ചെയ്ത് മനസ്സിലാക്കുന്നതല്ല സഭ. നമ്മൾക്ക് വളരെയധികം പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് സഭ. നമ്മുടെ അറിവ് വളരെ വളരെ പരിമിതമാണ്. സഭയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്.
അതിൻ്റെ കാരണം സഭ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് അതൊരു രഹസ്യമാണെന്നാണ്. സഭ തന്നെ സഭയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. സഭ ഒരു രഹസ്യം, മിസ്റ്ററി എന്നാണ്. സഭ ഒരു മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിസ്റ്ററി എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായതാണ്. മനുഷ്യാവതാരത്തിലൂടെ യേശു തന്നെ സർവ മനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈശോയുടെ പീഡാനുഭവത്തിലൂടെ ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായി ഈശോ മനുഷ്യവംശത്തിൻ്റെ പാപത്തെ മുഴുവനും തൻ്റെ ശരീരത്തിലെടുത്ത് അതിന് പരിഹാരം ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ ശരീരം. അപ്പോൾ ഒരു സംശയം ഒരാൾ ചോദിച്ചത് ഇതാണ്, അപ്പോൾ മനുഷ്യവംശത്തിൻ്റെ മുഴുവനും പാപത്തിന് പരിഹാരം യേശുവിൻ്റെ ശരീരത്തിൽ ചെയ്തു എന്ന് പറയുമ്പോൾ, സഭ യേശുവിൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ, എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് സഭ വിശ്വാസികളുടെ കൂട്ടായ്മയാണെന്നല്ലേ? മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗമായവരുടെ കൂട്ടായ്മയാണ് സഭയെന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് കുറേയും കൂടി വിശദമായിട്ട് പഠിക്കേണ്ടത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. സഭ വിശ്വാസികളുടെ കൂട്ടായ്മ മാത്രമല്ല, അതാണ് സഭ കാതോലിക്കമാകുന്നു. മനുഷ്യവർഗം മുഴുവനും വേണ്ടിയുള്ള ഒരു ദൗത്യവുമായി ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സഭ കാതോലികമാണ്. കണ്ടോ, മനുഷ്യവർഗം മുഴുവനും. 836 ഖണ്ഡികയിൽ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ദൈവജനത്തിൻ്റെ 836 ദൈവജനത്തിൻ്റെ കാതോലികമായ ഈ ഐക്യത്തിലേക്ക് എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ രീതികളിൽ അവർ അതിൻ്റെ അംഗങ്ങളായിരിക്കുകയോ വിവിധ രീതികളിൽ അല്ലെങ്കിൽ അതിലേക്ക് ഉന്മുഖതയുള്ളവരായിരിക്കുകയോ ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസികളും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മറ്റുള്ളവരും അവസാനമായി രക്ഷയിലേക്ക് ദൈവകൃപയാൽ വിളിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യവംശം മുഴുവനും ഇപ്രകാരമാണ്. ആരാണ് അവർ? കത്തോലിക്ക സഭയിൽപ്പെട്ടവരാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഇപ്പോൾ നിലവിലുള്ള മാമോദീസ സ്വീകരിച്ചവരുടെ ഒരു കൂട്ടായ്മ മാത്രമല്ല സഭ. അതാണ് വിവിധ രീതികളിൽ. സഭ എന്ന വാക്കിൻ്റെ വാക്യാർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം എന്താണ് ആ കത്തോലിക്ക സഭയെക്കുറിച്ച്, ദൈവം എന്താണ് കത്തോലിക്ക സഭയിലൂടെ ദൈവം എന്താണ് പദ്ധതി ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത് വലിയൊരു രഹസ്യമാണ്. ഇറ്റ് ഈസ് എ മിസ്റ്ററി. അതൊരു കൂദാശയാണ്. കൂദാശ എന്നാൽ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ്. സഭയ്ക്ക് ദൃശ്യമായ ഒരവസ്ഥയുണ്ട്, എന്നാൽ അദൃശ്യമായ ഒരു വിസ്മയനീയ അവസ്ഥയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിച്ചതൊന്നുകൂടി വായിക്കുകയാണ്. സത്യത്തിൻ്റെ നെടുംതൂണും കോട്ടയും ആയ സഭ ഒരിക്കൽ എന്നേക്കുമായി വിശുദ്ധർക്ക് നൽകപ്പെട്ട വിശ്വാസത്തെ വിശ്വസ്തതാപൂർവം പരിരക്ഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ സ്മരണ നിലനിർത്തുന്നത് സഭയാണ്. വിശ്വാസത്തിൻ്റെ ഒരു ഭാഷയാണ്. തലമുറകളിലേക്ക് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രഖ്യാപനം പകർന്നു കൊടുക്കുന്നതും സഭയാണ്. അമ്മ തൻ്റെ മക്കളെ സംസാരിക്കാനും ഗ്രഹിക്കാനും ആശയവിനിമയം ചെയ്യാനും പഠിപ്പിക്കുന്നത് പോലെ
വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലേക്ക്, വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ അമ്മയായ സഭ വിശ്വാസത്തിൻ്റെ ഭാഷ നമ്മെ പഠിപ്പിക്കും. ഇനി 4 പാരഗ്രാഫുകളാണ്. ഒന്ന് 78, 857, 84, 105. ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് വ്യതിരിക്തമെങ്കിലും അതുമായി ഗാഢബന്ധമുള്ളതും പരിശുദ്ധാത്മാവിൽ നിർവഹിക്കപ്പെടുന്നതുമായ സുവിശേഷത്തിൻ്റെ സജീവമായ ഒരു പകർന്നു കൊടുക്കൽ പാരമ്പര്യം എന്ന് പറയപ്പെടുന്നു. അതാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈശോ അപ്പസ്തോലന്മാരോട് വാക്കാൽ മുഖാമുഖം സംസാരിച്ചു. ആ സംസാരിച്ചതും വചനം തന്നെയാണ് സംസാരിച്ചത്, ഈശോയുടെ വാക്കുകൾ. എന്നാൽ അത് ഈ നമ്മുടെ കയ്യിലുള്ള പുതിയ നിയമ പുസ്തകത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ ശ്ലീഹ തന്നെ പറഞ്ഞു, ഇതിലെഴുതിയിരിക്കുന്നത് വളരെ കുറച്ച് ഭാഗമാണ്. ഈശോ നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എഴുതുമായിരുന്നെങ്കിൽ എന്തോരം പുസ്തകങ്ങൾ വേണമായിരുന്നു. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തെ 6 അധ്യായം നോക്കൂ. 13-ാം അധ്യായം, 13 കാലുകഴുകൽ, 13 കാലുകഴുകൽ. ആ പെസഹ വ്യാഴാഴ്ച വൈകുന്നേരമാണല്ലോ കാലുകഴുകൽ. വ്യാഴാഴ്ച വൈകുന്നേരത്തെ കാര്യമാണ് 13, 14, 15, 16, 17 ഉണ്ടോ. 18 ഈശോ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ 6 അധ്യായം ഒരു വൈകുന്നേരത്തെ കാര്യമാണ്. 21 അധ്യായങ്ങളിൽ ഏതാണ്ട് കാൽഭാഗത്തോളം ഒരു വൈകുന്നേരത്തെ കാര്യമാണ്. അപ്പോൾ ഈശോ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എഴുതുമായിരുന്നെങ്കിൽ എന്തായിരുന്നതിൻ്റെ അവസ്ഥ? യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇവിടെ വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് വ്യതിരിക്തമെങ്കിലും അതുമായി ഗാഢബന്ധമുള്ളതും പരിശുദ്ധാത്മാവിനാൽ നിർവഹിക്കപ്പെടുന്നതുമായ സുവിശേഷത്തിൻ്റെ സജീവമായ ഒരു പകർന്നു കൊടുക്കൽ പാരമ്പര്യമെന്നറിയപ്പെടുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ ഭാഷ. വിശ്വാസത്തിൻ്റെ ഭാഷയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് പ്രത്യേകിച്ച് പലരും പറയും, അത് ബൈബിളിൽ എഴുതിയിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ കത്തോലിക്കർ ഇങ്ങനെയൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? അപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മാത്രമല്ല വിശുദ്ധ ലിഖിതങ്ങൾ, അല്ലെങ്കിൽ സുവിശേഷം, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വെളിപാട്, അല്ലെങ്കിൽ അപ്പസ്തോലിക പാരമ്പര്യം. അപ്പോൾ അപ്പസ്തോലിക പാരമ്പര്യം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈശോ അപ്പസ്തോലന്മാർക്ക് കൈമാറിയത് ഈ വിശുദ്ധ ലിഖിതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ലിഖിതമായ വാക്കുകൾ മാത്രമല്ല. അതാണ് സുവിശേഷത്തിൻ്റെ സജീവമായ ഈ പകർന്നു കൊടുക്കൽ പാരമ്പര്യമെന്നറിയപ്പെടുന്നു. പാരമ്പര്യം വഴി സഭ താൻ എന്തായിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അത് മുഴുവനും തൻ്റെ വിശ്വാസ പ്രബോധനത്തിലും ജീവിതത്തിലും ആരാധനയിലും സനാതനമാക്കുകയും അവരുടെ എല്ലാ തലമുറകൾക്കും കൈമാറുകയും ചെയ്യുന്നു. വിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ ഈ പാരമ്പര്യത്തിൻ്റെ ജീവദായക സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുകയും സഭയുടെ ആചാരത്തിലും സഭയുടെ ജീവിതത്തിലും അവരുടെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഈ പാരമ്പര്യ സമ്പത്ത് എങ്ങനെ ചൊരിയപ്പെടുന്നുവെന്ന് കാണിച്ചു തരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മളിവിടെ പഠിച്ചതനുസരിച്ച്, വിശ്വാസത്തിൻ്റെ ഭാഷയിൽ പഠിച്ചതനുസരിച്ച്
ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ സ്മരണ നിലനിർത്തുന്നത് സഭയാണ്. തലമുറകളിലേക്ക് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രഖ്യാപനം പകർന്നു കൊടുക്കുന്നതും സഭയാണ്. അപ്പോൾ അത് അപ്പസ്തോലന്മാരിലേക്ക് ലഭിച്ച വിശ്വാസം എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പുതിയ നിയമം, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, ഈ 4 സുവിശേഷവും എഴുതപ്പെട്ടത് 1-ാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാന ഭാഗങ്ങളിലാണ്. ഈശോയുമായിട്ട് നേരിട്ട് അപ്പസ്തോലന്മാർ ജീവിച്ച ആ 3 വർഷത്തിൽ അപ്പസ്തോലന്മാരിലേക്ക് ഈശോ നേരിട്ട് സംസാരിച്ചത് വഴിയാണ് അപ്പസ്തോലിക വിശ്വാസം ഉടലെടുത്തത്. അതാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ, സഭയുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ. അത് കഴിഞ്ഞിട്ടാണ് അവരത് എഴുതി സുവിശേഷമാക്കി മാറ്റിയത്. ഇപ്പോൾ സുവിശേഷം ഉണ്ടാകുന്നതിന് മുൻപ്, ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 90-ാം ആണ്ടിൽ മറ്റോ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ മത്തായി, മർക്കോസിൻ്റെ സുവിശേഷം AD 65-നും 70-നും ഇടയ്ക്ക് റോമിൽ വെച്ച ഈ സുവിശേഷം എഴുതിയെന്നാണ് പാരമ്പര്യം വിശ്വസിക്കുന്നത്. കണ്ടോ, AD 65. ഈശോ 33-ന് മുൻപ് ആ AD 30-33 വർഷങ്ങളിലാണല്ലോ ഈശോയുമായിട്ട് അപ്പസ്തോലന്മാർ ജീവിച്ചത്. പക്ഷേ ഇതെഴുതിയത് AD 65-ലാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാ സുവിശേഷങ്ങളും AD 50 കഴിഞ്ഞിട്ടാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. AD 52-ൽ തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നു, ഭാരതത്തിൽ വന്നു. കണ്ടോ. അപ്പോൾ അപ്പസ്തോലന്മാർക്ക് ഈശോ നേരിട്ട് മുഖാമുഖം പറഞ്ഞ ആ ബോധ്യവുമായിട്ടാണ് തോമാസ് ലീഗ AD 52-ൽ ഇവിടെ ഇന്ത്യയിൽ വന്നത്. AD 52-ൽ വന്നപ്പോൾ അന്ന് ഒരു സുവിശേഷവുമില്ല. മത്തായി ഇല്ല, മർക്കോസും ഇല്ല, യോഹന്നാനും ഇല്ല, ലൂക്കായും എഴുതപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ഈ അപ്പസ്തോലിക വിശ്വാസം ഉണ്ടായത് എങ്ങനെയാണ്? ഈ നമ്മളുടെ കയ്യിലിരിക്കുന്ന പുതിയ നിയമത്തിലെ വചനം വായിച്ചിട്ടല്ല. അവർ യേശുവിൻ്റെ അധരത്തിൽ നിന്ന് നേരിട്ട് കേട്ട വാക്കുകളാണ് അപ്പസ്തോലിക പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് സഭയുടെ ആരംഭം. സഭ ആരംഭിക്കുന്ന സമയത്ത് ബൈബിളില്ല, മനസ്സിലാക്കണം. അതാണ് വലിയ രഹസ്യം. സഭ ആരംഭിക്കുന്ന സമയത്ത് ബൈബിളില്ല. അതാണ് പാരമ്പര്യം വഴി. ഒന്നുകൂടി വായിക്കാം, 78. വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് വ്യതിരിക്തമെങ്കിലും. അപ്പോൾ ഈ വിശുദ്ധ ലിഖിതം എന്ന് പറയുന്ന സുവിശേഷങ്ങൾ, ആ സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിന്നും വ്യതിരിക്തമെങ്കിലും അതുമായി ഗാഢബന്ധമുള്ളതും പരിശുദ്ധാത്മാവിനാൽ നിർവഹിക്കപ്പെടുന്നതുമായ സുവിശേഷത്തിൻ്റെ സജീവമായ ഒരു പകർന്നുകൊടുക്കൽ പാരമ്പര്യം എന്നറിയപ്പെടുന്നു. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ വർഷങ്ങൾക്കെല്ലാം മുമ്പ്, ഈ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ സുവിശേഷം എഴുതുന്നതിന് മുൻപ് എഴുതപ്പെടാത്തതായ ഓറൽ ട്രഡീഷൻ, വാചിക രൂപത്തിൽ അവരിലേക്ക് ഈശോ പകർന്നു കൊടുത്തതാണ്. അതാണ് ഓറൽ ട്രഡീഷൻ. അത് വളരെ പ്രധാനമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ സുവിശേഷങ്ങൾ എഴുതിയത് കണ്ടോ, ഇപ്പോൾ ലൂക്ക ആഫ്റ്റർ AD 70 എന്നെല്ലാം പറയുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങൾക്കെല്ലാം മുമ്പ് സഭയുണ്ടായിരുന്നു. സഭ പെന്തക്കോസ്ത കാലഘട്ടം മുതൽ സഭ ഉണ്ടായി. അപ്പോൾ ആ സഭയുടെ പാരമ്പര്യം എന്ന് ഇവിടെ പറയുന്നത്, സഭ താൻ എന്തായിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അത് മുഴുവനും തൻ്റെ വിശ്വാസ പ്രബോധനത്തിലും ജീവിതത്തിലും ആരാധനയിലും
സനാതനമാകുകയും അന്ന് തന്നെ അത് സനാതനമായിരിക്കുന്നു. അവളുടെ എല്ലാ തലമുറകൾക്കും കൈമാറുകയും ചെയ്യുന്നു. അതിനുശേഷം വിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ, അതാണ് സഭാപിതാക്കന്മാർ, വിശുദ്ധ ജെറോം, വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അത്തനാസിയോസ്, വിശുദ്ധ ഗ്രിഗറി, വിശുദ്ധ ലിയോ, അങ്ങനെ ഈ സഭാപിതാക്കന്മാർ ആദിമ നൂറ്റാണ്ടുകളിലെ വളരെ ശ്രേഷ്ഠരായ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട വേദപണ്ഡിതന്മാരായിരുന്നു. അവരെയാണ് പിതാക്കന്മാരെന്ന് പറയുന്നത്. സഭാപിതാക്കന്മാരെന്ന് പറയുന്നത് അവരെയാണ്. വിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ ഈ പാരമ്പര്യത്തിൻ്റെ ജീവദായക സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുകയും സഭയുടെ ആചാരത്തിലും ജീവിതത്തിലും അവരുടെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഈ പാരമ്പര്യ സമ്പത്ത് എങ്ങനെ ചൊരിയപ്പെടുന്നുവെന്ന് കാണിച്ചു തരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് സഭയുടെ ഒരു ഭാഷയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഭാഷ ആരെങ്കിലും പറയണത് നമുക്ക് കേൾക്കാം, അത് ബൈബിൾ എഴുതിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് കത്തോലിക്കരെ ഇങ്ങനെ പറയുന്നത്? പരിശുദ്ധ അമ്മ സ്വർഗാരോഹണം ചെയ്തു. എവിടെ ബൈബിളിൽ എഴുതിയേക്കണേ? പരിശുദ്ധ അമ്മ സ്വർഗാരോഹണം ചെയ്തു എന്ന് എവിടെ ബൈബിളിൽ എഴുതിയേക്കണത്? നിങ്ങളുടെ ബൈബിൾ എഴുതാത്തതൊക്കെ എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് എല്ലാം ഇന്ന് ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വളരെ കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. ഈ AD 65 മുൻപ് അപ്പസ്തോലന്മാർ മുഴുവനും ഈശോയുടെ അധരത്തിലൂടെ ലഭിച്ച പ്രബോധനങ്ങളും ഈശോയുടെ ജീവിതവും കണ്ട് അതനുസരിച്ച് അവർ സഭ തുടങ്ങിക്കഴിച്ചു. സഭ വളരെ സജീവമായി. ആ സജീവമായി അവർ ഈശോ 40 ദിവസം അവരോടുകൂടെ ഉയർത്തെഴുന്നേറ്റിട്ട് അവരോടുകൂടെ ഉണ്ടായിരുന്നു. 40 ദിവസം. അന്ന് എന്തൊക്കെയാണ് ഈശോ അവരെ പഠിപ്പിച്ചതെന്ന് ഇവിടെയെങ്ങും എഴുതിയിട്ടില്ല. പക്ഷേ അത് അവർ ജീവിക്കുകയാണ് ചെയ്തത്. അവരങ്ങ് ജീവിച്ചു. ആ ജീവിച്ച അവസ്ഥയാണ് ഈ പാരമ്പര്യം. അതാണ് സഭാ പാരമ്പര്യം. അപ്പോൾ അത് സഭയുടെ ഒരു ഭാഷയാണ്, വിശ്വാസത്തിൻ്റെ ഒരു ഭാഷയാണ്. അപ്പോൾ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു ഭാഷയിൽ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, സഭയുടെ വിശുദ്ധ പാരമ്പര്യം. ഓക്കെ, ഇനി 857 സഭ അപ്പസ്തോലികമാണ്. ഇതിനകത്ത് അതെല്ലാം പറയുന്നുണ്ട്. അപ്പസ്തോലികമാണ് കാരണം സഭ അപ്പസ്തോലന്മാരുടെ മേൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിന് 3 വിധമാണ്. 3 വിധത്തിൽ ഇത് മനസ്സിലാക്കാം. ഒന്ന്, അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് അവൾ പണിതുയർത്തപ്പെട്ടതും നിലനിൽക്കുന്നതും. 392 എഫേസോസ് ആയിരിക്കും. അതെ, എഫേസോസ് 2:20. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് അവൾ പണിതുയർത്തപ്പെട്ടതും നിലനിൽക്കുന്നതും. അവർ ക്രിസ്തുവിനാൽ തന്നെ അപ്പസ്തോലന്മാർ 12 അപ്പസ്തോലന്മാരാണ്. അവരുടെ അപ്പസ്തോലന്മാർ എന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഈശോയോടൊപ്പം ഉണ്ടായിരുന്നവരാണവർ. അതാണ് ക്രിസ്തുവിനാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരും അയക്കപ്പെടുകയും ചെയ്ത സാക്ഷികളാണവർ. ക്രിസ്തു പറഞ്ഞതും ചെയ്തതും നേരിട്ട് മുഖാമുഖം കണ്ട് ക്രിസ്തുവിനോടൊപ്പം ഉണ്ടുറങ്ങി ജീവിച്ച അവരാണ് അപ്പസ്തോലന്മാർ. 12 പേരാണത്. അതാണ് ഒരാളെ യൂദാസ് പോയപ്പോൾ അതിന് പകരം തിരഞ്ഞെടുത്തപ്പോൾ അവർ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ആരോ എന്നോട് ചോദിച്ചു, അപ്പോൾ പൗലോസ് അപ്പസ്തോലനെ എന്താ ഈ 12 അപ്പസ്തോലിൽ കൂട്ടാത്തത്? അപ്പോൾ പൗലോസ് അപ്പസ്തോലൻ ആ രീതിയിലൊരു അപ്പസ്തോലനല്ല. 12 അപ്പസ്തോലന്മാരും ഈശോയോടൊപ്പം പരസ്യ ശുശ്രൂഷയിൽ ഭാഗമാക്കുകളായിരുന്നവരാണ്.
അതുകൊണ്ട് അവസാനം മത്തിയോസിനെ തിരഞ്ഞെടുത്തപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അവർ കണ്ടുപിടിച്ച് ഈശോയോടൊപ്പം ആരംഭം മുതലേ ഉണ്ടായിരുന്ന ഒരാളെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. അപ്പോൾ അപ്പസ്തോലന്മാർ 12 പേരുടെ പ്രത്യേകത, അവർ ക്രിസ്തുവിനാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുകയും ക്രിസ്തുവിനോടൊപ്പം ആ ശുശ്രൂഷയിൽ പങ്കാളിയാകുകയും ഈശോയോട് മുഖാമുഖം സംസാരിക്കും. ഇപ്പോൾ നമ്മൾ കാണാം, വിധക്കാരൻ്റെ ഉപമ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ 12 പേരും മറ്റു ചിലരും കൂടി ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, അതെന്താ അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി തരാമോ? മനസ്സിലാക്കി തരാം. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്ക് ഇതെല്ലാം ഉപമകളിലൂടെ. കേട്ടോ, അപ്പോൾ അപ്പസ്തോലന്മാർക്ക് ഈശോ അവരെ പ്രത്യേകമായിട്ട് വിളിച്ചു കൂട്ടി ഈ ദൈവിക രഹസ്യങ്ങളെല്ലാം അവരെ പറഞ്ഞു പഠിപ്പിച്ചു. സഭ അപ്പസ്തോലികമാണ്. സഭ തന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, രണ്ടാമത് സഭ ആകുന്ന ആ അമ്മ, സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് സഭ തന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നല്ല നിക്ഷേപവും അപ്പസ്തോലന്മാരിൽ നിന്ന് കേട്ട രക്ഷാകര വചനങ്ങളുമായ പ്രബോധനം സൂക്ഷിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അപ്പസ്തോലികം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. അന്നും അങ്ങനെ തന്നെയാണ്. അതാണ് ഈശോ ആരംഭിച്ചത് തന്നെ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്? സുവിശേഷം പ്രഘോഷിക്കാൻ. അപ്പോൾ ആ സുവിശേഷ പ്രഘോഷണം യേശു പ്രഘോഷിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് സഭയിൽ ആദ്യം മുതലേ തന്നെ പ്രവർത്തനമാണ്. ഇനി അടുത്തത്, മൂന്നാമത്തത്, ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം വരെ അവൾ, സഭ, അപ്പസ്തോലന്മാരാൽ തുടർന്നും പഠിപ്പിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അജപാലന ജോലിയിൽ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ സംഘം വൈദികരുടെ സഹായത്തോടെയും സഭയുടെ പരമോന്നത ഇടയനായ പത്രോസിൻ്റെ പിൻഗാമിയോട് ഐക്യത്തിൽ വർത്തിച്ചുകൊണ്ടും ഈ ദൗത്യം നിർവഹിക്കുന്നു. അപ്പോൾ ഈ 12 അപ്പസ്തോലന്മാരിലൂടെ നൽകപ്പെട്ട ദൈവിക രഹസ്യങ്ങളാണ് ഇന്നും മാർപ്പാപ്പമാരിലൂടെ, ഇന്നത്തെ ജീവിക്കുന്ന മാർപ്പാപ്പയിലൂടെയും അതോടൊപ്പം മെത്രാന്മാരിലൂടെയും അതേ അപ്പസ്തോലിക പാരമ്പര്യമാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സഭയുടെ ഭാഷ. അങ്ങയുടെ അജഗണത്തെ പരിപാലിക്കുന്നതിൽ ഒരിക്കലും വീഴ്ച വരുത്താതെ നിത്യയിടയ അങ്ങ് അപ്പസ്തോലന്മാരിലൂടെ ഞങ്ങളെ സദാ കാത്തു സംരക്ഷിക്കുന്നു. അങ്ങയുടെ പുത്രൻ്റെ സ്ഥാനത്ത് ഇടയന്മാരായിരിക്കാൻ അങ്ങ് നിയോഗിച്ച പാലകരിലൂടെ അതിനെ നയിക്കാനാണിത്. റോമൻ മിഷൻ. ഓക്കെ, ഇനി അടുത്തത് 84 വിശ്വാസ നിക്ഷേപത്തെക്കുറിച്ചാണ്. സഭ വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന, ഇപ്പോൾ വിശുദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന വിശ്വാസ നിക്ഷേപത്തെ, ഡെപ്പോസിറ്റിയം ഫിദെ, അപ്പസ്തോലന്മാർ സമസ്ത സഭയെയുമാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ വിശ്വാസ നിക്ഷേപം മുറുക്കെ പിടിച്ചുകൊണ്ട് വിശുദ്ധ ജനം മുഴുവനും തങ്ങളുടെ ഇടയന്മാരോട് ചേർന്ന് അപ്പസ്തോലിക പ്രബോധനത്തിലും കൂട്ടായ്മയിലും അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും പ്രാർത്ഥനകളിലും സദാ വിശ്വസ്തരായി വർത്തിക്കുന്നു. അങ്ങനെ കൈമാറ്റപ്പെട്ട വിശ്വാസത്തിൻ്റെ പാലനത്തിലും പരിശീലനത്തിലും പ്രഘോഷണത്തിലും മെത്രാന്മാർക്കും വിശ്വാസികൾക്കുമിടയിൽ നിർണായകമായ ഒരു യോജിപ്പ് സംജാതമാകണം. അതാണ് സഭ ആരംഭിച്ചത് തന്നെയാണ് ഈ പറയുന്നത്. പന്തക്കുസ്ത കഴിഞ്ഞ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 46-ാമത്തെ 42-ഉം 46-ഉം വചനത്തിൽ നമുക്ക് കാണാം എങ്ങനെയാണ് സഭ ആരംഭിച്ചത്. സഭ ആരംഭിച്ചപ്പോൾ ആദ്യം അവർ പഠിച്ചത് അപ്പസ്തോലിക പ്രബോധനമാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42.
അവർ ആദ്യ ക്രൈസ്തവ സമൂഹം 2-ാം അധ്യായം പെന്തക്കോസ്ത കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കണ്ടോ, പ്രബോധനത്തിനാണ് അവർ 1-ാം സ്ഥാനം കൊടുത്തത്. കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേരും. പ്രബോധനത്തിന് മുൻതൂക്കം കൊടുക്കുന്നില്ലെങ്കിൽ, ആധികാരികമായ പ്രബോധനം മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവിടെയാണ് ഭിന്നിപ്പുണ്ടാകുന്നത്. അപ്പോഴാണ് സഭ തളരുന്നത്. അപ്പോഴാണ് സഭയിൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം നീങ്ങുന്നത്. അപ്പോൾ വിശ്വാസത്തിന് കരുത്തുണ്ടാവുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. സഭയുടെ അപ്പസ്തോലരുടെ പ്രബോധനമാണ് ആദ്യമേ അവർ പഠിച്ചത്. അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു വരേണ്ടത്. അപ്പോൾ ഓക്കെ, വിശ്വാസത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്നതാണ്. അത് ആദിമകാലം മുതലേ അപ്പസ്തോലിക പ്രബോധനത്തിലും കൂട്ടായ്മയിലും അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും പ്രാർത്ഥനകളിലും സദാ വിശ്വസ്തനായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അപ്പസ്തോലിക പ്രബോധനം സഭയുടെ ആധികാരിക പ്രബോധനമാണ്. ഇനി അടുത്തത് 185 നമ്മൾ കവർ ചെയ്യും. ഓക്കെ, 185. ഇന്നലെ നമ്മൾ 186 വായിച്ചു. 185 വായിച്ചായിരുന്നു തോന്നുന്നു. 185 വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നാം വിശ്വസിക്കുന്നതിനെ ഞാൻ മുറുകെ പിടിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു എന്നെല്ലാം പറയുന്ന ആൾക്കാർ പള്ളിയിൽ വെച്ച് വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുറത്ത് ചില സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം പള്ളി പറഞ്ഞാൽ മതി, പിന്നെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് പിന്നോട്ട് പോകരുത്. വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോടും, ദൈവം നിൽക്കുന്ന നമ്മൾ ആകുന്ന ദൈവത്തിൻ്റെ ആലയവുമാണ് വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. നാം വിശ്വസിക്കുന്നതിനെ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ മുറുക്കെ പിടിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നാം വിശ്വസിക്കുന്നതിനെ ഞാൻ മുറുക്കെ പിടിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് എല്ലാവർക്കും മാനദണ്ഡമായിരിക്കുന്നതും എല്ലാവരെയും ഒരേ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ സംയോജിപ്പിക്കുന്നതുമായ വിശ്വാസത്തിൻ്റെ ഒരു പൊതുഭാഷ ആവശ്യമാണ്. ഇപ്പോൾ അവസാനം എന്താണ് ആ ഭാഷ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അത് വിശ്വാസ പ്രമാണമാണ്. അപ്പോൾ ആ വിശ്വാസ പ്രമാണത്തിൻ്റെ ആരംഭം മുഴുവനും ഈ അപ്പസ്തോലന്മാർക്ക് ഈശോ നൽകിയ വാക്കാലുള്ള മുഖാമുഖം നൽകിയത് പരിശുദ്ധാത്മാവിലൂടെയും ഈശോയിലൂടെയും നേരിട്ട് നൽകിയ പ്രബോധനങ്ങളാണ് ഈ സഭയുടെ അടിസ്ഥാനം. അതിനുശേഷമാണ് വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഈ ബോധ്യത്തോടു കൂടി നമ്മൾക്ക് ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ ഉൾക്കൊണ്ട കാര്യം എന്താണ്? വിശ്വാസത്തിൻ്റെ ഭാഷ തലമുറകളായി നമ്മിലേക്ക് പകർന്ന ഈ വിശ്വാസത്തിൻ്റെ ഭാഷ ആരംഭിച്ചത് അപ്പസ്തോലന്മാർക്ക് ഈശോ മുഖാമുഖം പകർന്നു കൊടുത്തതിൽ നിന്നാണ്. പിന്നീട് അതിൽ നിന്നും ലിഖിത രൂപമുണ്ടായി. എന്നാൽ എല്ലാം ലിഖിത രൂപമായിട്ടില്ല. ചിലത് ലിഖിത രൂപമല്ലാതെ പാരമ്പര്യമായി തന്നെ നിലനിർത്തുന്നത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഷയാണത്. അപ്പോൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കി സഭ അപ്പസ്തോലികമാണ് എന്നതും. അതായത് പിന്നീട് നമ്മൾ മനസ്സിലാക്കി ആ സഭ എന്നതിൻ്റെ ഉള്ളിൽ അപ്പസ്തോലന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ ലോകം മുഴുവനും എല്ലാ കാതോലിക്കമായ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. കാതോലിക്കം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മൾ വിഷമിക്കണ്ട. നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഓരോന്നും പഠിക്കുന്നതനുസരിച്ച് നമ്മൾ അപൂർണമായത് മാറണം. അപൂർണമായത് മാറി പൂർണ്ണമായത് പഠിക്കുമ്പോഴാണ് അപൂർണമായത് മാറുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മൾ ബൈബിൾ പാരായണം ചെയ്യുന്ന പോലെ ഈ
കത്തോലിക്ക സഭയുടെ മതബോധന പാരായണം ആരംഭിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്ന മാതിരി ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ സൈഡിലിരിക്കുന്നതെല്ലാം വായിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ധ്യാനിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര ആവേശമുണ്ടാകും. എത്രയ്ക്ക് വലിയ 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 കാര്യമാണ് കേട്ടോ. അതിൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? സത്യത്തിൻ്റെ നെടും തൂണും കോട്ടയുമായ സഭ. അപ്പോൾ സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ഭയങ്കര അഭിമാനം. നമ്മൾ ഇത്ര ഈശോയുടെ വളരെ സ്വന്തമാണ് എന്നുള്ള വലിയ ഒരു അഭിമാനം നമുക്കുണ്ടാകും. വലിയ അഭിമാനത്തോടു കൂടി, ആനന്ദത്തോടു കൂടി നമുക്ക് മതബോധനം പഠിപ്പിക്കാനും ക്ലാസ്സുകൾ എടുക്കാനും, ഒരു കാറ്റഗിസം ടീച്ചറായാൽ തന്നെ ഞാനും ഈ സഭയുടെ നെടുന്തൂണായ സഭയുടെ അംഗമാണ്. അങ്ങനെ വലിയ ഒരു അഭിമാനത്തോടു കൂടി നമുക്കെല്ലാം ചെയ്യാൻ പറ്റും.